എല്ലാവർക്കും നമസ്കാരം. എയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആൻസർ കീ നോക്കുകയാണ്. ആദ്യം തന്നെ മലയാളത്തിൻ്റെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. 91ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണെന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? അതിരഥൻ, 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 അതിരഥൻ. 4 ഉത്തരമായി വരുന്നത് ബി ആണ്. അതിരഥൻ, രഥം നന്നായി ഓടിക്കുന്നവൻ എന്നാണ് അതിരഥൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ 91ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, അതിരഥൻ. രണ്ടാമത്തെ ചോദ്യം വിപരീത പദവുമായി ബന്ധപ്പെട്ടായിരുന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, സിലബസിൽ നമുക്ക് പറയുന്നുണ്ട് വിപരീത പദം. ഉപക്രമം എന്ന പദത്തിന് വിപരീത അർത്ഥമായി വരുന്ന പദമേത് എന്നാണ്. കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഉപക്രമം എന്ന പദത്തിൻ്റെ വിപരീത പദമായി വരുന്ന പദമാണ് ഉപസംഹാരം. ഡി ഓപ്ഷനാണ് വരിക, ഉപസംഹാരം എന്നാണ്. അടുത്ത ചോദ്യം, പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഇന്ന് സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതിയാൽ നമുക്കറിയാം, അവൻ എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ പിരിച്ചെഴുതിയവരാണ്. ആ പ്ലസ് അൻ അവൻ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ പൂവമ്പ്, പൂ പ്ലസ് അമ്പ് എന്നാണ് വരേണ്ടത്. വൻ അൻ എന്ന് പിരിയുന്നത് പോലെ വമ്പ് അമ്പ് എന്ന് പിരിയുന്നു. പൂവ് എന്ന് വേണ്ട, പൂ പ്ലസ് അമ്പ് പൂവമ്പ്, പൂ പ്ലസ് അമ്പ് പൂവമ്പ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഇത് നമുക്ക് സിലബസിലുണ്ട്. ലിംഗം, ലിംഗപ്രകരണം എന്നുണ്ട്. എ നങ്ങ്യാർ, ബി കൈമൾ, സി തപസ്വി, ഡി സഞ്ചാരി എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് നങ്ങ്യാർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുല്ലിംഗ ശബ്ദം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്പ്യാർ എന്നാണ്. നമ്പ്യാർ, നങ്ങ്യാർ എന്നാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ കൈമൾ, കൈമൾ എന്നുള്ള പദത്തിന് അല്ലേ പുല്ലിംഗമാണ്. ഇതിൻ്റെ സ്ത്രീലിംഗമായി വരുന്നത് കുഞ്ഞമ്മ എന്നാണ്. കൈമൾ, കുഞ്ഞമ്മ. തപസ്വി എന്നുള്ളത് പുല്ലിംഗമാണ്. ഇതിൻ്റെ സ്ത്രീലിംഗമായി വരുന്നത് തപസ്വിനി എന്നാണ്. തപസ്വിനി. അടുത്തത് സഞ്ചാരി എന്നുള്ളത് പുല്ലിംഗമാണ്. ഇതിൻ്റെ സ്ത്രീലിംഗമായി വരുന്ന പദമാണ് സഞ്ചാരിണി. സഞ്ചാരി, സഞ്ചാരിണി. വിരഹി, വിരഹിണി. അധികാരി, അധികാരിണി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്പ്യാർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം നങ്ങ്യാർ എന്നുള്ളതാണ്. ഇനി അടുത്തത് വരുന്നു 95ാമത്തെ ചോദ്യം. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഈ ചോദ്യം നമുക്ക് ചെറിയൊരു സംശയത്തിന് ഇടവരുത്തുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമം, പ്രാലേയം, തുഹിനം, നീഹാരം, നിഹാരം എന്നൊക്കെ മഞ്ഞാണ് എന്ന് പറഞ്ഞാൽ. ഇനി ഉത്തരമായി വരുന്നത് ബി ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് നമുക്ക് കാണാം. തുകിനം എന്നാണ്. തുഹിനം എന്നാണ് മഞ്ഞ്. തുകിൽ എന്നാണെങ്കിൽ വസ്ത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ തുഹിനം എന്നുള്ളിടത്ത് തുകിനം എന്നാണ് നൽകിയത്. ഇനി ഇവിടെ ഓപ്ഷൻ വരേണ്ടത് ബി ആണ്, തൂലം. തൂലം എന്ന പദത്തിൻ്റെ അർത്ഥം പഞ്ഞി, പഞ്ഞിക്കെട്ട് എന്നാണ് തൂലം എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരി. ചോദ്യത്തിൽ തുഹിനം എന്നാണ് ഡി വരേണ്ടത്. പക്ഷെ തുകിനം എന്നാണ്. തുകിൽ എന്നാണെങ്കിൽ വസ്ത്രം എന്ന് നമുക്ക് അർത്ഥം പറയാമായിരുന്നു. അപ്പോൾ ബി. അടുത്തത് താഴെ തന്നിട്ടുള്ളതിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഏകവചനവും ബഹുവചനവുമുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? വൈദ്യർ, ശൂദ്രർ, പണിക്കർ, മിടുക്കർ. ഇവിടെ ഉത്തരമായി വരുന്നത് ഡി ഓപ്ഷനാണ്, മിടുക്കർ. മിടുക്കൻ, മിടുക്കർ. മിടുക്കൻ, മിടുക്കർ എന്നാണ് ഇവിടെയും ഉത്തരമായി വരേണ്ടത്. മിടുക്കർ എന്നാണ് ഉത്തരം. അടുത്തത് അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? അമരം പിടിക്കുക. അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ് അർത്ഥം. വഴി കാണിക്കുക. അപ്പോൾ സി ഓപ്ഷനാണ്. ഓപ്ഷനിൽ ശരിയായി പിടിക്കുക, വെളിച്ചമില്ലാതാക്കുക, വഴി കാണിക്കുക, കഠിന പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് വഴി കാണിക്കുക. അടുത്ത നോക്കൂ മക്കളെ, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഉത്തരാധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് ആഗ്രഹങ്ങളും
ആഗ്രഹിക്കുന്ന ആൾ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കാണാറുള്ളത്. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, പറയാനുള്ള ആഗ്രഹം വിവക്ഷ, കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. ആഗ്രഹത്തിൻ്റെ കൂടെ ഒരു ഉകാര ചിഹ്നം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആളായി. പഠിക്കാനുള്ള ആഗ്രഹം പിപഠിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിഷു. അപ്പോൾ ഇവിടെ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. അടുത്തത് 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഇതും വളരെ ലളിതമായൊരു ചോദ്യമാണ്. 2 സംഖ്യകളാണെങ്കിൽ ഘടകപദങ്ങളാക്കുമ്പോൾ ഓ എന്നുള്ള നിപാതം നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 10, 15 എന്നാണ്. ഓപ്ഷൻ എ 10ഉം 15ഉം, ബി 10ഓ 15ഓ, സി 15ൽ 10, ഡി 10 അല്ലെങ്കിൽ 15. ഇവിടെ ഉത്തരമായി വരുന്നത് ബി ആണ്. 10ഓ 15ഓ 2 സംഖ്യകളാണെങ്കിൽ ഓ എന്ന നിപാതം ഉപയോഗിച്ച് ഘടകപദങ്ങളാക്കും. 4, 5, 4ഓ 5ഓ, 5, 6, 5ഓ 6ഓ. ഇത് നമ്മൾ സെക്രട്ടേറിയറ്റിലും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 4, 5, 4ഓ 5ഓ, 5, 6, 5ഓ 6ഓ, 10, 500, 10ഓ 500ഓ, 10, 15, 10ഓ 15ഓ എന്ന് വരാം. അപ്പോൾ ബി ആണ് ഉത്തരം. അടുത്തത് പരിഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ഓപ്ഷൻ എ അടിപതറുക, ബി ചരട് പിടിക്കുക, സി ഉരുളയ്ക്കുപ്പേരി, ഡി ചതുർത്ഥി കാണുക. ഓപ്ഷൻ വരുന്നത് ഉരുളയ്ക്കുപ്പേരി. ഉരുളയ്ക്കുപ്പേരി എന്നുള്ളതാണ്. സി ആണ് ഉത്തരമായി വരേണ്ടത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. ചോദ്യം ഇതാണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. പാരീസിലെ ബാസ്റ്റേൽ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നുള്ളതാണ് 3 പ്രസ്താവനകളായി നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ഉത്തരമായി വരുന്നത് എ ഓപ്ഷനാണ്. ശ്രദ്ധിക്കുക, കാലഗണനയാണ് ചോദിച്ചിട്ടുള്ളത്. കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് ചോദ്യം. ആദ്യം വരുന്നത് രണ്ടാമത്തെ സംഭവമാണ്, പിന്നീട് 1, അതിനുശേഷം 3. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. രണ്ടാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധപ്പെട്ടത് ഏതാണ്, ബന്ധപ്പെടാത്തത് ഏതാണെന്നായിരിക്കും. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ ഉദയം പേരൂർ സുനഹദോസ്, ബി ആറ്റിങ്ങൽ കലാപം, സി കുറിച്ചി കലാപം, ഡി കുളച്ചൽ യുദ്ധം. ഇതിൽ നമ്മൾ എത്രയോ തവണ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഡച്ച് കുളച്ചൽ, ഡച്ച് കുളച്ചൽ, ഡച്ച് കുളച്ചൽ. ഇങ്ങനെ നമ്മളൊന്ന് കണക്റ്റ് ചെയ്ത് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത്തരമുള്ള ട്രിക്കുകളും പരീക്ഷയ്ക്കകത്ത് ഒരുപാട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി. ഓപ്ഷൻ വരുന്നത് പോളവാരം ഗോദാവരി. വാരം വരി, വാരം വരി എന്ന് നമ്മൾ പിടിച്ചിരുന്നെങ്കിൽ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കണ്ടോ, ഇവിടെ മറ്റൊന്നുമില്ല. ഇവിടെ മനസ്സിലാക്കുക, വാരം എന്നുള്ളതും വരി എന്നുള്ളതും. പോളവാരം ഗോദാവരി, പോളവാരം ഗോദാവരി. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. ഇനി അടുത്തതും ഒരു പ്രസ്താവനയാണ്. ശ്രദ്ധിക്കുക. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷെരം അൽ ഷെയ്ഖിൽ നടന്നു. 2, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയും ആണ് അധ്യക്ഷത വഹിച്ചത്. 3, ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി
അഥവാ ജോഡികൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ഹിതകാരിണി സമാജം വീരേശലിംഗം, 2 സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. ഇതിൽ ഉത്തരമായി വരുന്നത് സി ആണ്. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ആറാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. 2 ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. 3 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഡി ഓപ്ഷനാണ്, രണ്ടാമത്തേത് മാത്രം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്: ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തേത് മാത്രം ശരി. 7 ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? ഏഴാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് വാവുവേലി. വാവുവേലി എന്നാണ് ഉത്തരമായി വരുന്നത്. വാവുവേലി, സപ്തമി വേലി, വേലിയിറക്കം, മിശ്രിതവേലി എന്നാണ് ഉത്തരം എ, വാവുവേലി. 8 ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി, ദോഡബെട്ട, കാഞ്ചൻജംഗ, എവറസ്റ്റ്. ഇതും നിരന്തരമായി പരീക്ഷയ്ക്കകത്ത് നമ്മൾ കാണാറുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ആനമുടിയാണ്. ആനമുടി. അടുത്തത്, ഗാദർ മണ്ണ് ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഗാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഗാദർ എന്നും ബങ്കർ എന്നും മണ്ണിനങ്ങളെ തിരിക്കുന്നതൊക്കെ നമുക്കറിയാം. ഇതിൽ എ കരിമണ്ണ്, ബി എക്കൽ മണ്ണ്, സി വനമണ്ണ്, ഡി ലവണമണ്ണ്. ഇതിൽ ഉത്തരമായി വരുന്നത് എക്കൽ മണ്ണാണ്. ഗാദർ അല്ലേ, ഗാദർ എന്നറിയപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്തത് 10ാമത്തെ ചോദ്യം. 10 അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ, അനിമോമീറ്റർ, വിൻവെയിൻ, തെർമോമീറ്റർ. നമുക്കറിയാം അന്തരീക്ഷ ആർദ്രത ഐഗ്രോമീറ്റർ. ഓപ്ഷൻ എ ആണ്, അന്തരീക്ഷ ആർദ്രത ഐഗ്രോ ആർദ്രത ഐഗ്രോമീറ്റർ എന്ന് മനസ്സിലാക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക്. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, കടൽക്കാറ്റ്, കരക്കാറ്റ്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചുപോയ കാര്യങ്ങളാണ്. ഉത്തരമായി വരുന്നത് താഴ്വരക്കാറ്റ് എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, താഴ്വരക്കാറ്റ്. അടുത്തത് 12ാമത്തെ ചോദ്യം. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉത്തരം ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാർ. അടുത്തത് 13ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 13 കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 3ഉം ശരി. ഓപ്ഷൻ സി, പ്രസ്താവന 1ഉം 3ഉം ശരി. 14ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത്? ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത് ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെ. ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇനി ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ശരി. 16ാമത്തെ ചോദ്യം. ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം
ഇതിൽ ഉത്തരം ആയി വരുന്നത് ഓപ്ഷൻ ഡി, ഇതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് 16. 17ാമത്തെ ചോദ്യം, നീതി ആയോഗായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇത്തരം ചോദ്യങ്ങൾ യോജിക്കുന്നതും യോജിക്കാത്തതും എന്ന് നമ്മൾ കണ്ടെത്തണം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. 18, ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. 18ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. 18 ബി ആണ് വരുന്നത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 19ാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2002 ഭരണഘടനാ ഭേദഗതിയാണ്. 20ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായി വരുന്നത് ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 38 തുല്യ നീതിയും സൗജന്യ നിയമസഹായവും. 21ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഒരു ബിൽ പണബിൽ ആണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ് എന്നാണ്. ഓപ്ഷൻ സി ആണ്. ലോക്സഭ സ്പീക്കർക്കാണ്. ലോക്സഭ സ്പീക്കർക്കാണ്. 22, വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? 22ൻ്റെ ഉത്തരമായി വരുന്നത് സി ആണ്. 20 വർഷം. 20 വർഷം. 23ാമത്തെ ചോദ്യം, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ് ഏതാണ് എന്നാണ്. ഉത്തരമായി വരുന്നത് ബി ആണ്. മർബറി ആൻഡ് മാഡിസൺ കേസ്. മർബറി vs മാഡിസൺ കേസ് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ബി ആണ്. അടുത്തത് 24ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന എന്ന് മനസ്സിരുത്തിയതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഡി ആണ്. 1ഉം 4ഉം. ഓപ്ഷൻ ഡി 1ഉം 4ഉം. 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യം ഇതാണ്. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാതു മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ 25ൻ്റെ ഉത്തരം ബി ആണ്. അനുച്ഛേദം 26. അനുച്ഛേദം 26. 26ാമത്തെ ചോദ്യം, പ്രോരോഗേഷൻ എന്നത് അതെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 26ൻ്റെ ഉത്തരം സി ആണ്. സി ആണ്. ഒരു സെഷൻ അവസാനിക്കുന്നു എന്നുള്ളതാണ്. 27, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകം ആയി അംഗീകരിച്ചിരിക്കുന്നത്? ഇതിന് ഉത്തരമായി വരുന്നത് ഡി ആണ്. രാജ്കുമാർ റാവു ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് 27ൻ്റെ ഉത്തരമായി വരിക. 28, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഇതിന് 28ൻ്റെ ഉത്തരമായി വരുന്നത് ബി ആണ്. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാണ്. 29, കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആര്? കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആര്? 29, ഉത്തരമായി വരുന്നത് ഡി ആണ്. ശ്രീമതി KC റോസക്കുട്ടി. 30, താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? 30ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് ഡി ആണ്. സുകൃതം. ഇതൊക്കെ ധാരാളം പരീക്ഷകളിൽ നമ്മൾ കാണുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കണം. അടുത്തത് 31,
പി സച്ചിദാനന്ദൻ്റെ ഏതു നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്തത്? നോവലുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. പി സച്ചിദാനന്ദൻ്റെ ഏതു നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? മരണ സർട്ടിഫിക്കറ്റാണ്. മരണ സർട്ടിഫിക്കറ്റിൽ എന്നുള്ള കൃതിയിൽ ആർക്കും തന്നെ പേര് നൽകിയിട്ടില്ല. അടുത്തത് 32. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം. ഓപ്ഷൻ ഡി ആണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നുള്ളതാണ്. ഡി ആണ് ഉത്തരം. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിത ശൈലീരോഗം അല്ലാത്തത് ഏതാണ്? ജീവിത ശൈലീരോഗം അല്ലാത്തത് ഏതാണെന്നാണ് ഉത്തരമായി വരുന്നത്. ബി ആണ് മലേറിയ. അടുത്തത്, മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇതൊക്കെ ധാരാളം നമ്മൾ പഠിച്ചൊരു കാര്യങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഉത്തരം എ ആണ്, കരളാണ്. കരളാണ് പിത്തം. ഇങ്ങനെയാണ് വായിച്ചാൽ മതി, കരൾ പിത്തം എന്ന് വായിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. സൺ അല്ലേ, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകം ഏത് എന്നുള്ളതാണ്. ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ജീവകം. ഡി ആണ്. സണ്ണ് നമുക്കൊക്കെ അറിയാം, സൂര്യനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൻ സാധിക്കും അല്ലേ. വിറ്റാമിൻ ഡി, സൺ സൂര്യനാണെന്ന് ഓർത്താൽ വിറ്റാമിൻ ഡിയിലേക്ക് പോവാം. അടുത്തത് 36ാമത്തെ ചോദ്യം, പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? നോക്കാം. പിങ്ക് റിബൺ ഏതിൻ്റേതാണ്? ബി ആണ്, സ്തനാർബുദം. ബി ആണ് ഉത്തരം, സ്തനാർബുദം. 37. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? ഇതൊക്കെ നമ്മൾക്ക് അറിയുന്നതാണ്. 37 മൃതസഞ്ജീവനി. ഡി ആണ് മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത് ഏത്? 38 ആണ്. പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം. അടുത്തത് 39. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ഉത്തരമായി വരിക. അടുത്തത് 40ാമത്തെ ചോദ്യം, 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എത്ര എന്നാണ് ഉത്തരം. ഉത്തരമായി വരുന്നത് എ ആണ്, 4000 ജൂൾ. 4000 എ ആണ് ഉത്തരമായി വരുന്നത്. 41ാമത്തെ ചോദ്യവും പ്രസ്താവനയാണ്. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൽ ഉത്തരം 41ാമത്തതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ഉത്തരം. 42. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഉത്തരം 42 സി ആണ്. 2ഉം 4ഉമാണ് ഉത്തരമായി വരിക. 43. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതം അല്ലാത്തത്? 43ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. 43ാമത്തതിൻ്റെ ഉത്തരം ബി ആണ്. 44. ലോഹ സ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 44 ഉത്തരമായി വരുന്നത് എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. ലോഹ സ്ഥാന ചലനം പ്രതിപ്രവർത്തനം. 45. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ്. 45ാമത്തതിൻ്റെ ഉത്തരമായി വരുന്നത് സി, ഓപ്ഷൻ സി ആണ്, ജോൺ എം മാർട്ടിനസ്. അടുത്തത് 46ാമത്തെ
ചോദ്യം, താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ് എന്നാണ്. കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഉണ്ടോ? മലയാളം നല്ല ഡീറ്റെയിൽ ആയി കയറുന്നു. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് കേകയാണ്. കേക, കാകളി, കളകാഞ്ചി, അന്നനട. ഈ വൃത്തങ്ങളാണ് കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്നറിയപ്പെടുന്നത്. തരങ്കിണി എന്ന് പറയുന്നത് തുള്ളൽ വൃത്തമാണ്. നദോന്നത എന്നുള്ളത് സന്ദേശകാവ്യ വൃത്തമാണ്. നദോന്നത എന്നുള്ളത് വഞ്ചിപ്പാട്ട് വൃത്തമാണ്. ഒന്നുകൂടി, തരങ്കിണി തുള്ളൽ വൃത്തം, നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തം, മന്ദാക്രാന്ത സന്ദേശകാവ്യ വൃത്തമാണ്. കേക കിളിപ്പാട്ട് വൃത്തമാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ പേര്. നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഓപ്ഷൻ എ ആണ് വിഗതകുമാരൻ. JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം. 48 മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 48 മാപ്പിളപ്പാട്ടിലെ ഈണത്തിൻ്റെ താളക്രമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ ബി ആണ്, ഇശലാണ്. ഇശൽ. 49 ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിന് മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ 49 ശരിയായ ഉത്തരം വരുന്നത് ബി ആണ്, സുനിൽ ഗവാസ്കറാണ്. 49 ഓപ്ഷൻ ബി ആണ്. അടുത്തത് 50 തക്ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ്? തക്ബുർണി എന്ന സമകാല ഉത്തരാധുനിക നോവലാണ് 50ാമത്തത് ചോദിച്ചിരുന്നത്. വന്ദന. ഓപ്ഷൻ ഡി ആണ്, വന്ദനയുടേതാണ് തക്ബുർണി. ഇതൊക്കെ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. കലാസാഹിത്യം സംസ്കാരവുമായി ബന്ധപ്പെട്ട് അവിടെ സ്പോർട്സ് നമുക്ക് കയറി വരുന്നു. ഇനി 51ാമത്തെ ചോദ്യം മാത്സ് ആണ്, കണക്കിൻ്റെ ചോദ്യം. 51ാമത്തെ ചോദ്യം കണക്കുമായി ബന്ധപ്പെട്ട്. 51ൻ്റെ ഉത്തരം ബി ആണ്. 51 ബി ആണ്, 4 എന്നാണ്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 52 സി ആണ്. 53 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 54 ഓപ്ഷൻ എ ആണ്. 55 ഓപ്ഷൻ ഡി ആണ്. 56 ഓപ്ഷൻ സി ആണ്. 57 ഡി ആണ്. 58 ബി ആണ് ശരിയുത്തരം. 59 സി ആണ്. 60 ഡി ആണ്. 60 ഡി ആണ്. ഇനി 61ാമത്തെ ചോദ്യം, പ്രൊജക്റ്റ് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 61ാമത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. ഓപ്ഷൻ സി 3. അടുത്തത് 62 ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? 62 ഉത്തരമായി വരുന്നത് ഡി ഓപ്ഷനാണ്, വന്യജീവി സംരക്ഷണ നിയമം. അടുത്തത് 63 എലിഫൻ്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം 63ൻ്റെ ഉത്തരമായി വരുന്നത് 63 ഡി ആണ്, 3 മാത്രം. 64 ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? 64 ഉത്തരമായി വരുന്നത് എ ആണ്, നീലഗിരി. എ ആണ്, നീലഗിരി. അടുത്തത് 65 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? 65 എ മധ്യപ്രദേശ്. 66 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോള താപനത്തിൻ്റെ സൂചകങ്ങൾ ഏതാണ്? 66 ഉത്തരമായി വരുന്നത് ഡി ആണ്, 1, 2, 3. 1, 2, 3. 67 കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരമായി വരുന്നത് 67 സി ആണ്, 2, 3. 2, 3. 68 ഡോണ്ട് ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഇതിൽ ഉത്തരമായി വരുന്നത് 68 ബി ആണ്, ട്രാഫിക്. 69 IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി
നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? 69 ഉത്തരമായി വരുന്നത് ഡി ആണ്. 1, 2, 3. 1, 2, 3. അടുത്തത് 70. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. കമ്മ്യൂണിറ്റി റിസർവ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3. 70ൻ്റെ ഉത്തരം ഡി. 1, 2, 3. 71ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ തന്നിരിക്കുന്ന ദിനാചരങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 1B, 2D, 3A, 4C. 72ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 72ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1B, 2D, 3A, 4C. 72. 73ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? 73 ബി ആണ്. കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. 74 ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? 74ാമത്തതിൻ്റെ ഉത്തരം സി ആണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. 75 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരമായി വരുന്നത് 75 ഡി ആണ്. 75 ഡി. 76 താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റ് എലിഫന്റ് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. 76ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. 1, 2, 3. 77 റെഡ് ഡേറ്റാ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏതുതരം ജീവികളെ സൂചിപ്പിക്കാനാണ്? 77 ഉത്തരമായി വരുന്നത് എ ആണ്. വംശനാശം സംഭവിച്ചവർ. 78ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? 78 ഡി ആണ്. ഡെറാഡൂൺ. ഡെറാഡൂൺ. 79 ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? 79 ഉത്തരമായി വരുന്നത് സി ആണ്. സി ആണ്. അതെ. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. 80 ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഇപ്പോൾ താഴെ കുറച്ച് നമുക്ക് പൊരുത്തപ്പെടുത്താൻ തന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാനാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 നേരെ 1 ആണ്. 2 നേരെ 3 ആണ്. 3 നേരെ 2 ആണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് 80ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ നിന്നാണ്. 81 ഓപ്ഷൻ ബി ആണ്. 82 ഓപ്ഷൻ സി ആണ്. 83 ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ എ ആണ്. 85 ഓപ്ഷൻ ഡി ആണ്. 86 ഓപ്ഷൻ സി ആണ്. 87 ഓപ്ഷൻ സി ആണ്. 88 ഓപ്ഷൻ സി ആണ്. 89 ഓപ്ഷൻ ഡി ആണ്. 90 ഓപ്ഷൻ സി ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തുടർന്ന് പഠിക്കുക. എല്ലാവരും കൃത്യമായ ഒരു കോച്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായൊരു പരിശീലനം അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുക.
നല്ല രീതിയിൽ പഠിക്കുക. എയ്സിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. ജോയിൻ ചെയ്യുക. 2026 ഏറ്റവും നല്ല സർക്കാർ ജോലിക്കാരാവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.